നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനാദ്യം വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നെടുത്ത് വെച്ചതാണ്. അതും കൂടെ ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടണം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഈ പലഹാരത്തിന് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാൽ അളന്നെടുത്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ അളന്നെടുത്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് ഈ പാലിൻ്റെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മാവ് പരുവത്തിന് ഇതൊന്ന് കലക്കിയെടുക്കണം. ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.